ഞാനും നിങ്ങളും മറന്നുപോയടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നാം കാണിക്കുന്നത്? ഇന്ന് മനുഷ്യന് തെറ്റ് ചെയ്യാൻ ഭയമില്ലാതെ പോയിരിക്കുന്നു. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, എത്ര അഹങ്കരിച്ചാലും എന്തൊക്കെ ചെയ്താലും അല്ലാഹ് ഉണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം. അല്ലാഹ് ഉണ്ടെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. നാളെ പടച്ചവൻ മരിക്കും, നമ്മുടെ മുമ്പിൽ അസ്റായിൽ വരും, നമ്മൾ മരിക്കും, ഖബറുണ്ട്, മഹ്ശറയുണ്ട്. നാളെ അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരട്ടെ. ഒരൊറ്റ നിമിഷം മതി നിന്റെ എല്ലാം മറന്നു പോകാൻ, നിന്റെ എല്ലാം തകർന്നു പോകാൻ. നിനക്ക് റബ്ബിന് നിസാര ഒരു മിനിറ്റ് മതി. നിന്റെ കിഡ്നി തകർത്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീടും നിന്റെ പറമ്പും ഒന്നും നിനക്ക് മതിയാവില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നീ സമ്പാദിച്ചു വെച്ചതൊന്നും പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വതും ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു തകർത്ത് കളയും. അല്ലാഹുവിനെ മറന്ന് പാഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവർ, അബറാരിക്കറിയാം, ഞങ്ങളുടെ നാട്ടുകാരനായ എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് വിവാഹം കഴിച്ച ഒരു ഉസ്താദ് 22 വയസ്സേ ഉള്ളടാ, 22 25 വയസ്സ്. കളിക്കരുത്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടക്കരുത്. വത്തഖൂ യൗമന തുർജഊന ഫീഹി അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. നിന്നെ പോലെ ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാർ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് സമയം കിട്ടുമ്പോ മുട്ടന്തരയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ ഖബർസ്ഥാനിലൊന്ന് പോകണേ, നിന്നെ പോലെ ഒരുപാട് പേരവിടെ കിടക്കുന്നുണ്ടടാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, നാളെ കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതുകൊണ്ട് നീ നന്നാവ്. നീ നന്നായാ നിന്റെ ഭാര്യ നന്നാകും, നിന്റെ ഭാര്യ നന്നായാ നിന്റെ മക്കള് നന്നാകും. അല്ലാതെ നീ പടച്ച റബ്ബിനെ മറന്നു നടന്ന കുടുംബസമേതം നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ. മോനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഖബർ സിയാറത്ത് ചെയ്താൽ നന്നാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരിയായ സ്വഹാബി തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് കരയുകയാ. എന്നിട്ടാണ് ജോലിക്ക് പോകുന്നത്. വൈകുന്നേര സമയം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അപ്പോഴും ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ടാണ് വീടിനകത്ത് കയറുന്നത്. എന്തിനാണ് ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുന്നതെന്നറിയോ? ഖബറിൽ കിടക്കുന്ന ഈ പള്ളിയുടെ പരിസരത്ത് ഖബറിനകത്ത് കിടക്കുന്നവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? റബ്ബിർജിഊൻ ലഅല്ലി അമലൻ സ്വാലിഹാ. ഈ ഖബറിനകത്ത് നിന്ന് എന്നെ ഒന്ന് കയറ്റിവിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പടച്ചവനെ, ഞാൻ ഖുർആൻ ഓതാൻ പടച്ചവനെ, ഞാൻ ദിക്റ് പറയാൻ പടച്ചവനെ, ഞാൻ ശരീരം മറയ്ക്കാൻ പടച്ചവനെ, എന്നെ ഒന്ന് തിരിച്ച് കയറ്റിവിടണേ അല്ലാ. ഖബറിൽ കിടക്കുന്നവർ ചോദിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഖബറിനകത്ത് വീടിന്റെ മുമ്പിൽ ഖബർ കുഴിച്ചിട്ട് ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, റബ്ബിർജിഊൻ, എന്നെ മടക്കണേ അല്ലാ, എനിക്ക് നിസ്കരിക്കണമല്ലാ, എനിക്ക് ഖുർആൻ ഓതണമല്ലാ, എനിക്ക് നന്മകൾ ചെയ്യണമല്ലാ എന്ന് സ്വന്തം വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ട് അതിനകത്ത് ഇറങ്ങിയിരുന്ന് കരയുമായിരുന്നു. പടച്ചവനെ, ഒരു ദിവസം രാത്രി വീടിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കം വരികയാണ്. ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിനു ക്ഷീണം വന്നു. ഉടനെ ഇറങ്ങി ഖബറിനകത്തിറങ്ങി. എന്നിട്ട് പലകയെടുത്ത് നിരത്തി. എന്നിട്ട് ഖബറിനകത്തിരുന്ന് കരയുമ്പോ
ശ്വാസം മുട്ടുകയാ. പലക നിരത്തിയത് കാരണം ഖബറിനകത്ത് വെളിച്ചമില്ല. വല്ലാത്ത പ്രയാസമാണ്. ഖബറിനകത്ത് കിടന്നുകൊണ്ട് വിളിച്ചു കൂവുകയാണ്. ഭാര്യ വിളിച്ചു കൂവുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണരുകയാ. ഓടിച്ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടിരുന്ന ഖബറിനകത്ത് കിടക്കുന്ന ഭർത്താവിന്റെ പലകയെടുത്ത് മാറ്റി ആ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുമ്പോ റബിയ പറയുകയാ, ഇന്ന് ഖബറിനകത്ത് കിടന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബമുണ്ടായിരുന്നു. എന്നാ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ചിന്തിക്ക ചെറുപ്പക്കാരാ, അതുകൊണ്ട് അല്ലാഹുവിനെ മറന്ന് നടക്കല്ലേ മോനെ. ഒരുപാട് വയസ്സായില്ലേടാ. നിന്റെ വാപ്പയ്ക്ക് 50-60 വയസ്സായി, 40-50 വയസ്സായ നിന്റെ വാപ്പ കഞ്ചാവ് അടിച്ചിട്ടില്ല, വാപ്പ ബീഡി വലിച്ചിട്ടില്ല, വാപ്പ കള്ളു കുടിച്ചിട്ടില്ല. എന്നാ 20 തികയുന്നതിന് മുമ്പേ നീ കഞ്ചാവ് വലിച്ചവനല്ലേ പെങ്ങളെ. 45-50 വയസ്സുള്ള ഉമ്മ ഇന്ന് വരെ കണ്ടവന്റെ കൂടെ കറങ്ങിയിട്ടില്ല. ഉമ്മ ഒരാളെയും വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ടില്ല. ഉമ്മ കാമുകന് നഗ്നചിത്രം അയച്ചു കൊടുത്തിട്ടില്ല. എന്നാ 18 വയസ്സുള്ള 18-20 വയസ്സുള്ള നീ എല്ലാം കഴിഞ്ഞില്ലേ സഹോദരാ. ഈ അടുത്ത് നടന്ന സംഭവം, കല്യാണ വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ തലേ ദിവസം പെണ്ണ് ഒളിച്ചോടി. എന്നിട്ട് വീട്ടുകാര് വിളിച്ചറിയിക്കുകയാണ്, ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു, കല്യാണത്തിന് മുമ്പേ എല്ലാം കഴിഞ്ഞു, ഞങ്ങളെ ഒന്ന് വിവാഹം കഴിച്ചു വിടണേ. ഇന്ന് പേടിയില്ലടോ, ഈ ഉമ്മത്തിന് പേടിയില്ലടോ. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയന്നു നടന്നോ, അല്ലാഹുവിനെ പേടിച്ച് നടന്നോ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണ്. ഖബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ഖുർആൻ പറയുന്ന ആയത്തുകൾ കേൾക്കുന്നവരാ. അതുകൊണ്ട് ഭാര്യ തെറ്റ് ചെയ്താ ഭർത്താവ് തിരുത്ത്, ഭർത്താവ് തെറ്റ് ചെയ്താ ഭാര്യ തിരുത്ത്, മാതാപിതാക്കൾ തെറ്റ് ചെയ്താ മക്കൾ തിരുത്ത്. എന്നിട്ട് പരസ്പരം യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തടയുന്നവരാകൂ. പക്ഷേ ഇന്നങ്ങനെ തടയുന്നവരില്ലടോ. അതുകൊണ്ട് വഴുത് കേൾക്കാമെന്നവരോട് പറയുകയാണ്, നരകത്തിലധികവും പെണ്ണുങ്ങളാട്, നരകത്തിലധികവും പെണ്ണുങ്ങളാട്. ലഭിതങ്ങൾ പറഞ്ഞതാണ്, നരകത്തിലെ പെണ്ണുങ്ങൾ വീണു പോകാനുള്ള കാരണം 5 5 കാരണങ്ങൾ കൊണ്ടാണ് പെണ്ണുങ്ങളെ നരകത്തിലേക്ക് വീണു പോകുന്നത്. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ നരകത്തിൽ വീണു പോകാനുള്ള കാരണം 5. സൂക്ഷിക്കു പെങ്ങള്, ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്. നിനക്ക് റോൾ മോഡലാക്കാൻ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പറഞ്ഞു തരാ മോനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണ്. നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ. സൂറത്തു യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്ന രംഗം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നിന്നെ പോലെ നടക്കുന്ന യുവത്വത്തിന്റെ ചെറുപ്പക്കാരനാണ്. വിവാഹം കഴിച്ചിട്ടില്ലടാ പോരെ. അല്ലാഹുവിനോട് പറഞ്ഞു, നാഥാ, എനിക്ക് എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ഒന്ന് കാണിച്ചു തരുമോ അല്ലാ. കല്യാണം കഴിക്കാത്ത റബീഅത്ത് ബിൻ ഹൈസം ഉണ്ടല്ലോ, അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ചവരേ, എന്റെ ദുനിയാവിലെ ഭാര്യയല്ല, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണിച്ചു തരണം തമ്പുരാന്. റബ്ബേ, അങ്ങനെ ദുആ ചെയ്തിട്ട് കിടക്കുമ്പോ അന്ന് രാത്രി അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയെ കാണിച്ചു
കാണിച്ചു കൊടുക്കുകയാ. മൈമൂന എന്ന് പറയുന്ന മഹദിയാണ് തന്റെ സ്വർഗത്തിലെ മണവാട്ടി എന്ന് പടച്ച റബ്ബ് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. തന്റെ സ്വർഗത്തിലെ ഭാര്യയൊന്ന് കാണണമല്ലോ. ഈജിപ്റ്റ് എന്ന് പറയുന്ന മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ്. അതാ തന്റെ മൈമൂനയെ കാണാൻ. ആരാണ് മൈമൂന? ആ മൈമൂന സ്വർഗത്തിലാണല്ലോ, സ്വർഗത്തിൽ എന്റെ ഭാര്യയാണല്ലോ. ആ മൈമൂനയുടെ പ്രത്യേകത എന്താണ്? തന്റെ മൈമൂനയെ കാണാ പോയടാ ചെറുപ്പക്കാരാ. നാട്ടിൽ ചെന്നിട്ട് തിരക്കുകയാണ്, മൈമൂനയാരാ, മൈമൂനയാരാ. ജനങ്ങൾ പറഞ്ഞു 4 മൈമൂനമാര് ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിലും 4 മൈമൂനമാരേ ഉള്ളൂ. അവര് 4 പേരും നല്ലവരല്ല. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ പറഞ്ഞു, റബിയ, ഒരു ഭ്രാന്തിയുണ്ട് റബിയ, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്. അവള് രാത്രിയിലേ ഇറങ്ങി വരാറുള്ളൂ. മലയുടെ മുകളിലാണ് താമസിക്കുന്നത്, മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. രാത്രിയിലാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ. മൈമൂന ഭ്രാന്തിയെ പോലെ പാട്ടുപാടി നടക്കുന്നവളാ. പടച്ചവനെ, റബിയ പറയുകയാണ്, എങ്കിലും ഞാൻ തിരയുന്ന മൈമൂനയവളാ, ഞാൻ തിരയുന്ന മൈമൂനയവളാ. മലമുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ പടച്ചവരെ. മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോ മൈമൂന നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇബാദത്തിലാണ്. റബിയ മാറി നിൽക്കുകയാണ്, റബിയ മാറി നിൽക്കുകയാണ്. അവസാനം ഇബാദത്ത് കഴിഞ്ഞു. അവിടെ നിന്ന് വിളിച്ചു, വാറബിയ, വാറബിയ, എന്റെ സ്വർഗത്തിലെ ഭർത്താവാണല്ലോ. അവിടെ നിന്ന് റബിയാനെ വിളിക്കുകയാണ്, ഒന്നുമെടുത്തിട്ട് വാറബിയ, ഒന്നുമെടുത്തിട്ട് വാറബിയ. ഇത് സിനിമാ കഥയല്ല, സീരിയൽ കഥയല്ല, ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കള്ളക്കഥയല്ല. മൈമൂനയുടെ ചരിത്രം വായിക്കാൻ കിട്ടും ചെറുപ്പക്കാരാ, പെങ്ങളെ വായിക്കാൻ കിട്ടും പെങ്ങള്. മൈമൂന പറഞ്ഞു, ഖുർആൻ എടുത്തു കൊണ്ടുവരാൻ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു കൊണ്ടുവന്ന് ചാരത്ത് വന്നു. മൈമൂന പറഞ്ഞു, ഖുർആൻ ഓതാൻ. നിങ്ങളുടെ നാവ് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതു. എനിക്കൊന്ന് കേൾക്കണം റബിയ, എനിക്കൊന്ന് കേൾക്കണം റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലുണ്ടല്ലോ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിന ഖുസ്മിനുഹു ഖലീലാ. പരിശുദ്ധമായ ഖുർആൻ മനോഹരമായ ശബ്ദത്തില്, മനോഹരമായ ശബ്ദത്തില് സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. മൈമൂന ഇരുന്ന് കേൾക്കുകയാണ്, മൈമൂന ഇരുന്ന് കേൾക്കുകയാണ്. റബിയ ഓതുകയാണ്. അങ്ങനെ ഓതി ഓതി, ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തെത്തിയപ്പോ റബിയുടെ ശബ്ദം അങ്ങ് ഇടറുകയാണ്. ഖുർആൻ ഓതാൻ പറ്റുന്നില്ല. റബിയ കരയുകയാണ്, മൈമൂനയും കരയുകയാണ്. രണ്ടുപേരും ഖുർആൻ ഓതാൻ പറ്റാതെ കരയുകയാണ്. മൈമൂന പറഞ്ഞു, റബിയ, ഒന്നുകൂടെ ഓത് റബിയ, ഞാൻ അവസാനമായിട്ടൊന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ നാവ് കൊണ്ട് എനിക്ക് ആയത്തൊന്നുകൂടെ ഓതുവോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. പിടഞ്ഞു വീണടോ, പിടഞ്ഞു വീണടോ. രണ്ടുപേരും തളർന്നു കിടക്കുകയാണ്. ഓതാൻ പറ്റുന്നില്ല, ഓതാൻ പറ്റുന്നില്ല. മൈമൂന പറഞ്ഞു, റബിയ, ഒരു വട്ടം കൂടെ ഓതുവോ, ഒരു വട്ടം കൂടെ ഓതുവോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ.
പിടഞ്ഞു വീണടാ ചെറുപ്പക്കാരാ. ഈ വഴുത് കേൾക്കാമെന്ന പെങ്ങളെ, ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ, ഖുർആനിലെ ഒരേ ഒരായത്ത് കേട്ടപ്പോ നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള മിസ്രിലെ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ലല്ലോ. എന്തൊരു സൗന്ദര്യമാണെന്നറിയുമോ. ആ നാട്ടുകാരിയായ മൈമൂനയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ ആ കിടപ്പിൽ കിടന്നു മരിച്ചുപോയി പെങ്ങള്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, ഒരുപാട് നിസ്കാരമുണ്ട് വാപ്പാ, ഒരുപാട് സദഖകളുണ്ട്, ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഇങ്ങനെ നെളിഞ്ഞു നടക്കുകയാണ്. ഒരുപാട് നന്മയുണ്ടെന്ന് കരുതിയിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുമ്പോ ഉമ്മാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ആരാണ് അബൂബക്കർ തങ്ങളെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലോകത്തുള്ള എല്ലാവരുടെയും ഈമാൻ കൊണ്ടുവന്നൊരു ത്രാസിൽ വെച്ചു. ലോകത്തുള്ള എല്ലാവരുടെയും ഈമാൻ കൊണ്ടുവന്നൊരു ത്രാസിൽ വെച്ചു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ എടുത്ത് രണ്ടാമത്തെ ത്രാസിൽ വെച്ചു. തോറ്റുപോകും സഹാബ. ലോകത്തുള്ള എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന്റെ മുമ്പിൽ തോറ്റുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആ അബൂബക്കർ തങ്ങൾ പറയുകയാ, ആ അബൂബക്കർ തങ്ങൾ പാടുകയാ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസ് യഹ്ലാ അലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീം. അബൂബക്കർ തങ്ങൾ എപ്പോഴും പാടുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, പടച്ചവനെ ഞാനൊരു പുല്ലായാ മതിയായിരുന്നു റബ്ബേ, അല്ലാഹുവേ ഞാനൊരു പുല്ലായിരുന്നു മതിയായിരുന്നു പടച്ചവനെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാ, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു റബ്ബേ, എന്റെ ഉമ്മ പ്രസവിക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പാടുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഴുത് കേൾക്കാൻ വന്നവരോട് ഞാൻ പറയുകയാ, റബ്ബുണ്ട് സഹോദര. സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഞാൻ പറയുന്നു, അള്ളയുണ്ട്, അള്ളയുണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട്. ഈ ബോധത്തോടു കൂടി വേണം ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത്, അള്ളാനെ മറന്ന് ജീവിക്കരുത്. അല്ല തന്ന നിഅമത്തിനെ മറന്ന് നീ ജീവിച്ചാൽ നിനക്ക് അള്ളാഹു തരുന്ന ശിക്ഷ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ വേദനിപ്പിക്കുമെന്ന് മഹാനായ നബിയിന